ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു ഫാമിലി ഡേ വ്ളോഗാണ്. സോ ഫസ്റ്റ് തന്നെ ഗെറ്റ് റെഡി വിത്ത് മേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ക്യാമറയൊക്കെ ഓണാക്കി വെച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് വൈകിപ്പോയി. സോ മച്ച് വേഗം റെഡി ആവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇടുന്ന ക്ലിപ്പ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ മാറ്റി ഒരുങ്ങി വേഗം ഇറങ്ങി. ആദ്യമായിട്ട് ഡ്രസ്സ് ഞാൻ മാറ്റി, പിന്നെ വേറൊരു ഗൗൺ എടുത്തിട്ടു. സോ വേഗം തന്നെ ഇറങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ പോകാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞു. ഇറങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം തന്നെ ഓർക്കുന്നത്. സോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ പോകണമെന്നൊന്നും ആർക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കഫേയിൽ പോകാമെന്ന്. സോ ഫസ്റ്റിന് ഞാൻ പറഞ്ഞു നമുക്ക് കാക്കനാടുള്ള സ്മൂച്ചോയിൽ പോകാമെന്ന്. സോ അവിടെ പോകാനുള്ള ലൊക്കേഷൻ ഇട്ടു. പക്ഷേ എത്തിയത് വേറെ എവിടെയാണ്. കുറേ വഴി ഞങ്ങൾ പോയി. ഞങ്ങൾ ലൊക്കേഷൻ ഫുൾ തെറ്റായിരുന്നു. അങ്ങനെ പോയി തിരിച്ചു വന്ന വഴിക്കാണ് ഈ ഒരു കഫേ ആണത്. അപ്പോൾ ഈ കഫേയിൽ കയറി ഫൈനലി ഒരു കഫേയിലെത്തി. കാക്കനാടുള്ള എന്താ പോയം കഫേയിലാണ് എത്തിയത്. സോ കുറേ നേരം അവിടെ കിടന്ന് കറങ്ങി. നല്ല ആംബിയൻസ് ആയിരുന്നു. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല എസ്തെറ്റിക് പ്ലേസ് ആയിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ 4 മണി 3 മണി ടൈം എന്തോ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ കോഫിയും കേക്ക്സൊക്കെ ഓർഡർ ചെയ്തു. അനിയത്തിയും അവിച്ചുമിച്ചൊക്കെ കോഫി പറഞ്ഞു. ഞാൻ വലിയ രീതിക്ക് ഐസ്ഡ് ലാറ്റ് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന വിചാരിച്ച് ഓർഡർ ചെയ്താണ്. പക്ഷെ വൻ ഫ്ലോപ്പായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഓർത്ത് കോഫി ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ കളിയാക്കണയാണ് കണ്ണ് എക്സ്പ്രഷൻ ഇട്ട് കാണിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. കോഫിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാണിക്കണതാണ്. സോ കേക്കും കാര്യങ്ങളൊക്കെ വന്നു. അനിയത്തിൻ്റെ ഈ പറഞ്ഞ ചീസ് കേക്കാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അപ്പുറം ഇരിക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞത്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ചീസ് കേക്ക് വൻ ഫ്ലോപ്പായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഓക്കെ ഓർഡർ ചെയ്ത പുഡിംഗ് ആയിരുന്നു വൻ ഹിറ്റ്. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പോയൊരു മൂവിക്കാണ്. അങ്ങനെ തിയേറ്ററിലേക്ക് എത്തി. ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ എന്താ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ആളില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊക്കെ വന്നു ടിക്കറ്റൊക്കെ എടുത്തു. നേരെ കയറി. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ മൂവിക്കാണ് കയറിയത്. ഈ ടൈറ്റിൽ കാണുന്നപ്പോൾ സത്യം പറഞ്ഞ സങ്കടം വന്നു. കാരണം ഇപ്പോഴാണെങ്കിലും ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും ദിലീപ് എന്ന ആക്ടറിന്റെ മൂവീസ് കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു സമാധാനം സന്തോഷമൊക്കെ ആണല്ലേ. പടമൊക്കെ തുടങ്ങി. നല്ലൊരു മൂവിയായിരുന്നു. നല്ലൊരു ഫാമിലി ഫൺ മൂവിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വേഗം തന്നെ പോന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തി. അപ്പോൾ വാപ്പിച്ചു പറഞ്ഞു ഫുഡ് കഴിക്കേണ്ട, നമുക്ക് പാഴ്സൽ ചെയ്യാം, പോയി മേടിച്ചിട്ട് വരാം. അങ്ങനെ അനിയത്തി ഉമ്മച്ചിയും പോയി ഓർഡർ എടുക്കാൻ പോയി. ഞാൻ കുറേ നേരം പോസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വേറെ അടുത്തൊന്ന് നിന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഉമ്മച്ചിക്ക് എന്തോ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും കയറിപ്പോയി. അങ്ങനെ കുറേ നേരം അവിടെ പിന്നെയും വെയിറ്റ് ചെയ്തു. അങ്ങനെ ഉമ്മച്ചി സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ കാറൊക്കെ എടുത്ത് വേഗം പോന്നു. അപ്പോൾ ഇത്രയുള്ള ഒരു കുട്ടി വ്ലോഗ്. സോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.